ആലപ്പുഴ ഹരിപ്പാട് ഭിക്ഷാടന സംഘത്തിന്റെ മർദ്ദനം സഹിക്കാനാകാതെ 14-കാരൻ പോലീസിൽ അഭയം തേടി. തമിഴ്നാട് തൂത്തുക്കുടി സ്വദേശിയായ 14-കാരനാണ് റെയിൽവേ സ്റ്റേഷനിൽ അഭയം തേടിയത്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെയും പോലീസിന്റെയും സഹായത്തോടെ കുട്ടിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു. സംഘത്തിൽ പെട്ടുപോയ കുട്ടിയുടെ സഹോദരനായും പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. തന്നെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് തമിഴ്നാട് തൂത്തുക്കുടി സ്വദേശിയായ 14-കാരൻ ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിൽ അഭയം തേടിയത്. റെയിൽവേ സ്റ്റേഷനിലെത്തിയ കുട്ടിയുടെ കരച്ചിൽ കണ്ട് യാത്രക്കാർ പോലീസിൽ അറിയിക്കുകയായിരുന്നു. ചൈൽഡ് ലൈൻ അധികൃതരുമായി ബന്ധപ്പെട്ടതിനെ തുടർന്ന് കുട്ടിയെ ബാലഭവനിലാക്കി. കുട്ടിയുടെ അമ്മ മരിച്ചതിനെ തുടർന്ന് പിതാവ് മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു. 14-കാരനും അനിയനും തൂത്തുക്കുടിയിലെ ഒരു അനാഥ മന്ദിരത്തിൽ നിന്നാണ് പഠിക്കുന്നത്. ഹരിപ്പാട് കുട ശരിയാക്കുന്ന ജോലി ചെയ്യുന്ന ഇവരുടെ പിതാവിന്റെ അനുജനായ അന്തോണിയാണ് ഒരു മാസം മുമ്പ് ഇവരെ ഇവിടെ എത്തിച്ചത്. തുടർന്ന് ദിവസവും രാവിലെ ഒരു സംഘത്തോടൊപ്പം ഇവരെ ഭിക്ഷയ്ക്കായി പറഞ്ഞുവിടും. ഉച്ചയ്ക്ക് സന്നദ്ധ സംഘടനകൾ നൽകുന്ന ഭക്ഷണം വാങ്ങി നൽകും. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഭിക്ഷയെടുക്കാൻ പോകണം. ഒരു ദിവസം 1500 രൂപയാണ് ടാർഗറ്റ് നൽകി. 1000 രൂപയിൽ താഴെയാണ് വരുമാനമെങ്കിൽ കുട്ടികളുടെ തലയ്ക്ക് പുറകിലായി മർദ്ദിക്കുകയാണ് അന്തോണി ചെയ്യുന്നത്. ഈ മർദ്ദനം സഹിക്കാനാവാതെയാണ് കുട്ടി രക്ഷപ്പെട്ട് ഓടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. ഇവിടെ വെച്ച് ഈ കുട്ടിയെ കണ്ട നാട്ടുകാരിൽ ചിലർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ റോഷിനെ വിവരം അറിയിച്ചു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനാണ്. അവൻ്റെ അമ്മ മരണപ്പെട്ടു, അച്ഛൻ മറ്റൊരു വിവാഹം കഴിച്ചു. അവനെയും അവൻ്റെ സഹോദരൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവൻ്റെ സഹോദരനുമായിട്ട് അവൻ്റെ അച്ഛൻ്റെ അനുജൻ അദ്ദേഹത്തിൻ്റെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഈ പിള്ളേരെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ കൊണ്ടുവന്നതാണ്. റോഷിൻ സ്ഥലത്തെത്തി ഹരിപ്പാട് പോലീസിന്റെ സഹായത്തോടെ ചൈൽഡ് ലൈനിൽ വിവരം അറിയിക്കുകയായിരുന്നു. കുട്ടിക്ക് ആവശ്യമായ ചെരുപ്പും മറ്റും വാങ്ങി നൽകി. ചൈൽഡ് ലൈൻ നിർദ്ദേശപ്രകാരം സെന്റ് തോമസ് ബാലികാ ഭവനിൽ താൽക്കാലികമായി കുട്ടിയെ താമസിപ്പിച്ചിരിക്കുകയാണ്. മഹാരാജ നൽകിയ വിവരം അനുസരിച്ച് റോഷിനും നാട്ടുകാരും പോലീസിന്റെ സഹായത്തോടെ അനിയനെ കണ്ടെത്താനായി ഹരിപ്പാട് പല സ്ഥലങ്ങളിലും അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. വിവരമറിഞ്ഞ് ഇവിടെ നിന്നും രക്ഷപ്പെട്ടതാകാനാണ് സാധ്യത. നഗരത്തിലെ ഭിക്ഷാടന മാഫിയ സജീവമാണെന്ന പരാതി മുൻപും ഉയർന്നിരുന്നു. ന്യൂസ് മലയാളം, ആലപ്പുഴ.